അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ, റജബിന്റെ വിശുദ്ധിയിൽ പടച്ച റബ്ബിലേക്ക് പാപമോചനം നേടി എത്തിച്ചേരാൻ, യുക്തിവാദം തലക്ക് പിടിച്ചിട്ട് ഓരോ ദീനീ ആത്മിക സംഭവങ്ങളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന ചില മഠയന്മാരുടെ കെണിവലകളിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ച റബ്ബിലേക്ക് അടുക്കുക. ഒരൊറ്റ യുക്തിവാദിക്കും ദീൻ വിട്ടവനും അള്ളാഹു ഇല്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ നീ ദീൻ വിട്ടത് എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയാനോ അത് തെളിയിക്കാനോ ധൈര്യമില്ല ആർക്ക്. ഒരൊറ്റ യുക്തിവാദിക്കും, റിച്ചാർഡ് ഡോക്കിൻസ് മുതൽ രവിചന്ദ്രൻ സി വരെയുള്ള എല്ലാവർക്കും. പിന്നല്ല നമ്മുടെ നാട്ടിലെ ഏഴാംകൂലി യുക്തിവാദികൾ. ദൈവമില്ലെന്ന് നിങ്ങൾ ഈ പറയുന്ന സയന്റിഫിക് എവിഡൻസ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ യുക്തിവാദം? എന്തിനാ പിന്നെ നിങ്ങൾ ഇസ്ലാം വിട്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിറാജ് പോയില്ലേ? അതിന് പ്രകൃതി വിരുദ്ധമാണ് മുഅ്ജിസത്ത്. പ്രകൃതിക്ക് അനുകൂലമാകുന്ന നിയമങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതും എപ്പോഴും സംഭവിക്കുന്നതുമാണ്. മുഅ്ജിസത്ത് അതിന് വിരുദ്ധമാണ്. അപ്പോൾ ഒരു 150-200 കിലോ ഉള്ള പോത്തും കൊണ്ട് പാറേ എന്ന് ചോദിച്ചിട്ട് മാനം കെടാൻ നിൽക്കരുത്, സ്വയം പോത്തായി മാറരുത്. അള്ളാഹു നമ്മുടെ ഈമാൻ സംരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ നബിതങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ ദർശനങ്ങളും സമ്പൂർണമായി അംഗീകരിക്കാൻ, അതുവഴി ജീവിതം ക്രമീകരിക്കാൻ, നല്ലവരായി ജീവിക്കാൻ, നല്ലവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ, നല്ലവരായി തന്നെ മരണപ്പെടാൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.